നമ്മളെ ലൈഫിൽ നമ്മൾ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും അവസരങ്ങൾ തരുന്നത് ആരാന്നറിയോ? ദ ഗോഡ്, അല്ലാ, പടച്ചവൻ. റമദാൻ എന്ന് പറയുന്നത് അതിനൊരു വലിയ ഉദാഹരണമാണ്. ഇത്രയും കാലം നമ്മൾ എങ്ങനെയാണ് ജീവിച്ചത് എന്നതിനേക്കാൾ അപ്പുറം ഇപ്പൊ നമ്മൾ എങ്ങനെയാണ്, ഇനിയുള്ള അങ്ങോട്ടുള്ള ലൈഫ് നമ്മൾ എങ്ങനെയാണ് ജീവിക്കാൻ പോണത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും റമദാന് നമുക്ക് വേണ്ടിയിട്ട് പടച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റുകളും പ്രശ്നങ്ങളും മിസ്റ്റേക്സും ഒക്കെ നിറഞ്ഞതാണ്. ഒരു മനുഷ്യന് 100% പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ 100% കറക്റ്റ് ആയിട്ട് ഇസ്ലാം ഫോളോ ചെയ്യുന്ന ആളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇത്രയും കാലം നമ്മൾ ചെയ്ത തെറ്റുകളും നമുക്കുണ്ടായ മിസ്റ്റേക്കുകളും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടും അതിന് മാപ്പ് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുമാണ് റമദാൻ നമുക്ക് മുന്നിൽ വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, റമദാൻ എന്ന് പറയുന്നത് പശ്ചാത്താപത്തിന്റെ മാസമാണ്, തൗബയുടെ മാസമാണ്. ഈ മാസത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകൾ കേൾക്കാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പുറത്തു തരാൻ വേണ്ടിയിട്ട് പടച്ചവനോട് പറഞ്ഞാൽ അത് പൊറുക്കപ്പെടാനും ഉള്ള പ്രോബിലിറ്റി കൂടുതലാണ്. ഇത്രയും കാലം ഞാൻ എങ്ങനെയായിരുന്നു അതിൽ നിന്നൊരു മാറ്റം എനിക്ക് വേണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും കാലം ഞാൻ ഇസ്ലാം ഫോളോ ചെയ്ത രീതിയിൽ പ്രശ്നങ്ങളുണ്ട്, അത് എനിക്ക് കുറച്ചും കൂടി ഇംപ്രൂവ് ആക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, എന്റെ ഉള്ളിൽ ഉള്ള പ്രശ്നങ്ങളും എന്റെ മനസ്സിലുള്ള പ്രശ്നങ്ങളും ഒക്കെ എനിക്ക് മാറിയിട്ട് നല്ലൊരു സമാധാനത്തോടെയുള്ള ലൈഫ് മുന്നോട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, റമദാൻ അതിന് പറ്റിയ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മാസം എനിക്കും നിങ്ങൾക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും സന്തോഷം നിറഞ്ഞിട്ടുള്ള മാസമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഹാപ്പി റമദാൻ. ബൈ.